ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. കടവെന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും കണ്ടാവു എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊരു ട്രാവലോഗാണ്, അല്ലെങ്കിൽ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ എഴുതുന്നതാണ് ഈ യാത്രാ വിവരണം അല്ലെങ്കിൽ ഈ ട്രാവലോഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസും അതിനോടൊപ്പം തന്നെ ആ ഒരു പ്ലേസിൽ പോയപ്പം അവിടെയുള്ള ആളുകൾ പറഞ്ഞു തന്ന കഥകളും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ട്രാവലോഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ട്രാവലോഗാണ് നമുക്ക് പഠിക്കാനുള്ള ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. കടവെന്നല്ല, കണ്ടാവു എന്നാണ് വായിക്കേണ്ടത്. സേക്രഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യമായ, വിശുദ്ധമായ എന്നൊക്കെയാണ് മീനിങ്. ടേർട്ടിൽസ് എന്ന് പറഞ്ഞാൽ ആമ. ഓൺ ദി ഐലൻഡ് ഓഫ് കണ്ടാവു, പ്രൊനൗൺസ്ഡ് കണ്ടാവ്, one of the larger islands of the Fiji group and some 50 miles by water from the capital city of Suva is the Fijian village of Namoana. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ട്രാവലോഗിലെ സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് ഈ ഐലൻഡ് ഓഫ് കണ്ടാവു. കണ്ടാവു എന്ന് പറയുന്നൊരു ദ്വീപാണ്. ഫിജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഉണ്ട്. ഒരുപാട് ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ ഫിജി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമുക്ക് ഈ ഒരു ട്രാവലോഗിൽ പഠിക്കാനുള്ളതാണ് ഈ ഐലൻഡ് ഓഫ് കണ്ടാവു. അപ്പോൾ ഈ ഒരു ഐലൻഡ് എവിടെ സ്ഥിതി ചെയ്തതെന്ന് വെച്ചാൽ സുവ എന്ന് പറയുന്ന ഒരു പ്ലേസിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും ഒരുപാട് അകലെയായിട്ട്, ഒരു 50 മൈൽ അകലെയായിട്ട് നമുവാന എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഒരുപാട് ദ്വീപ് സമൂഹങ്ങളുണ്ട്, ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. ആ ഐലൻഡ്സിൽ ഒരു ഐലൻഡാണ് നമ്മുടെ ഐലൻഡ് ഓഫ് കണ്ടാവു. Namoana nestles at the foot of a beautiful bay adjacent to the government station in Vunissia Harbour. വുനിസിയ എന്ന് പറയുന്ന ഒരു ഹാർബർ ഉണ്ട്. ആ ഹാർബറിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗവൺമെന്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഗവൺമെന്റ് സ്റ്റേഷൻ അടുത്തുള്ള ഒരു വില്ലേജ് ആണ്, ഒരു വിശാലമായ ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ് നമുവാന എന്ന് പറയുന്നത്. ഈ നമുവാന വില്ലേജിലാണ് ഏതുള്ളത്? നമ്മുടെ ഐലൻഡ് ഓഫ് കണ്ടാവു സ്ഥിതി ചെയ്യുന്നത്. ഐലൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 3 വശം എന്തായിരിക്കും? വെള്ളമായിരിക്കും. നടുക്കൊരു ഭാഗം മാത്രം കരയായിരിക്കും. അവിടെ ആൾതാമസം കാണും. ആൾതാമസം ഇല്ലാത്ത ഐലൻഡുകളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ആൾതാമസമൊക്കെ ഉള്ള ഐലൻഡ് ആട്ടോ. ഹിയർ ദ ഐലൻഡ് ഓഫ് കണ്ടാവു നാറോസ് ഡൗൺ ടു ആൻ ഇസ്തുമസ് ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ ബിഹൈൻഡ് നമുവാന വില്ലേജ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇസ്തുമസിനോട് ചേർന്നാണ്. ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു നാരോ പാത്വേ, അത് കടലിടുക്കെന്നൊക്കെ പറയും. അതായത് 2 സൈഡ് വെള്ളം, എന്നിട്ട് നടുക്ക് വെള്ളം തന്നെയാണ് എങ്കിലും അതുവഴി ഒരു ചെറിയ എന്താ പറയാ, നമ്മള് ചിലപ്പം ചില റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഇടവഴി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ഇടവഴികളെയാണ് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ഇസ്തുമസ് ഉദ്ദേശിക്കുന്നത് കടലിന്റെ ആ ഒരു നാരോ പാത്തിലൂടെ ആ ഒരു ഐലൻഡിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. അപ്പൊ ആ വഴിയിലൂടെ നമുക്ക് ആ ഒരു കണ്ടാവു ഐലൻഡിൽ എത്താൻ സാധിക്കും. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹിൽ, അവിടെ ഒരു ഹില്ലുണ്ട് ബിഹൈൻഡ് നമുവാന വില്ലേജ്. നമ്മുടെ ഈ നമുവാന വില്ലേജിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു വലിയൊരു ഹില്ലുണ്ട്. അപ്പൊ നമ്മൾ ഈ നാരോ പാത്തിലൂടെ പോയിട്ട് ആ ഐലൻഡിൽ എത്തിയിട്ട് ഈ നമുവാന വില്ലേജിന്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹില്ലിന്റെ മുകളിലേക്ക് കയറുകയാണെന്ന് വെച്ചോ. വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദി സാഡിൽ ആൻഡ് ലുക്ക് ഔട്ട് ടു ദ സീ, ടു ദ സൗത്ത് ആൻഡ് ടു ദ നോർത്ത്. അവിടെ നിന്നാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കടലിനെ കാണാൻ സാധിക്കും. എവിടം തൊട്ട് ഉള്ള കടലാണ് കാണാൻ സാധിക്കുന്നത്? ഫ്രം സൗത്ത് ആൻഡ് ടു ദ നോർത്ത്. സൗത്തിലെയും നോർത്തിലെയും ആ 2 ഭാഗങ്ങളും നമുക്ക് വിശാലമായിട്ട് കാണാൻ സാധിക്കും. Legend says that in the days gone by, the warriors of Kandavus light their canoes on the rollers up over the narrow neck of island to save the long journey around the east and west of Kandavu Island. ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്ന വാരിയേഴ്സ് ഉണ്ടല്ലോ, യോദ്ധാക്കൾ, അവരൊക്കെ കെനോസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കെനോസ് എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പൽ, യുദ്ധക്കപ്പൽ എന്നൊക്കെ പറയും. ഈ ഒരു യുദ്ധക്കപ്പലിൽ പോകുമ്പോൾ അവർ തിരഞ്ഞെടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഐലൻഡ് ഓഫ് കണ്ടാവു വഴിയായിരുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു നാരോ പാത ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുവഴിയാണ് ഈ കപ്പലുകളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടായിരുന്നു അവർ ഈ മാർഗം സ്വീകരിച്ചത്. സോ അത്തരത്തിലുള്ള ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മുടെ ഐലൻഡ് ഓഫ് കണ്ടാവിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ ദ വുമൺ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ ദാറ്റ് ഓഫ് കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദി സീ.
നമ്മുടെ ഈ നമുവാന വില്ലേജിൽ കുറേ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു റിച്വൽ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എന്താണ് റിച്വൽ എന്ന് പറഞ്ഞാൽ? ആചാരം. അപ്പൊ അവർക്കിടയിൽ ഒരു ആചാരമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദി സീ. കടലിലുള്ള ടർട്ടിൽസിനെ, ആമകളെ എന്ത് ചെയ്യും? വിളിച്ചു വരുത്തും. അതാണ് അവരുടെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. If you visit Namoana village to see the turtle calling, your schooner anchors in a beautiful bay right under the cliffs of a rocky headland. അപ്പോൾ നിങ്ങൾ സ്കൂണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പായ്ക്കപ്പൽ എന്നാണ് അർത്ഥം. നിങ്ങളൊരു പായ്ക്കപ്പൽ എടുത്തുകൊണ്ട് ഈ നമുവാന വില്ലേജിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് സ്ത്രീകൾ ഇങ്ങനെ ടർട്ടിൽസിനെ വിളിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ആചാരം കാണാൻ സാധിക്കും. You land on the beach and then either sit on the rocks under the bluffs on the beach or climb a rocky track to a point. അതായത് നിങ്ങൾ അഥവാ ആ ഒരു ബീച്ചിൽ പോവുകയാണെന്ന് വെച്ചോ, ആ ഒരു നമുവാന എന്ന് പറയുന്ന പ്ലേസിനടുത്തുള്ള ഈ ഐലൻഡിലേക്ക് പോവുകയാണെന്ന് വെച്ചോ, ആ കടൽ തീരത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ഒന്നെങ്കിലും ഒരു റോക്കിന്റെ മുകളിൽ ഇരിക്കുക, ഒരു പാറയുടെ പുറത്തിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് പോവുക? ആ ബീച്ചിന്റെ സൈഡിലുള്ള ഏതെങ്കിലും പാറയുടെ മുകളിലേക്ക് കയറിയിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ടു എ പോയിന്റ് സം 150 or 200 feet up the rock face. കടലിൽ നിന്നും 150 അല്ലെങ്കിൽ 200 അടി ഉയരത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു റോക്ക് ക്ലിഫ് അല്ലെങ്കിൽ ആ ഒരു റോക്കിന്റെ ഫേസ്, ആ ഒരു പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ കാണാൻ സാധിക്കും. ആ മുകളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? ആമകളെ വിളിക്കുന്നത്. ഹിയർ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ and will find assembled all the maidens of the village of Namuana. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു വളരെ മനോഹരമായ ഒരു വ്യൂ ആണ്. എന്താണ് ആ വ്യൂ എന്ന് പറയുന്നത്? will find assembled, എല്ലാവരും കൂടെ അവിടെ ഒത്തുചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? സ്ത്രീകൾ, മെയ്ഡൻസ് ഓഫ് ദി വില്ലേജ് ഓഫ് നമുവാന. നമുവാന എന്ന് പറഞ്ഞ ആ ഒരു കൊച്ചു ഗ്രാമത്തിലെ എല്ലാ മെയ്ഡൻസും, എല്ലാ സ്ത്രീകളും അവിടെ ഒത്തുചേരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് സിംഗിങ് എ സ്ട്രേഞ്ച് ചാൻറ്റ്, അവരെന്തോ ഒരു മന്ത്രം മന്ത്രിക്കുന്നുണ്ട്. ചാൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിക്കുക എന്നാണ് മീനിങ്. As they chant, അവർ ചാൻറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ മന്ത്രിക്കുമ്പോൾ, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on the surface listening to the music. അവരൊരു മ്യൂസിക് പോലെയാണ് മന്ത്രങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെ ആ ഒരു മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ താഴേക്ക് നോക്കിക്കോ. താഴെ എന്താണ്? കടലാണല്ലേ. അപ്പൊ ആ കടലിൽ നിന്ന് കയറി വരുന്ന ആമകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ബേയിൽ നിന്ന്, ആ ഒരു ഉൾക്കടലിൽ നിന്ന് കയറി വരുന്ന ആ ഒരു ആമകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആമകളെല്ലാം കടലിന്റെ മുകളിലായിട്ട്, സർഫസിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവ എന്ത് ഇട്ടിട്ടാണ് വരുന്നത്? ഈ സ്ത്രീകൾ പറയുന്ന മന്ത്രത്തിന്റെ ആ മന്ത്ര ധ്വനികളിൽ മുഴുകി ആ വരുന്ന സംഗീതത്തെ ആസ്വദിച്ചുകൊണ്ടാണ് ആ ആമകൾ അവിടേക്ക് കയറി വരുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടെയിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്ചര്യം ഉണ്ടാവും അല്ലേ? ഇത് എന്താണെന്നാണ് പറയുന്നത് ഇവിടെ? ഇറ്റ്സ് നോട്ട് എ ഫെയറി ടെയിൽ. ഇതൊരു ഫെയറി ടെയിൽ ഒന്നുമല്ല, ഇതൊരു കെട്ടുകഥയൊന്നുമല്ല. It actually does take place on the water in this area is forbidden for the fishing of turtles. ഇപ്പോഴും അവിടെ ഈ ഒരു പ്ലേസിൽ ഈ ഒരു ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടുകഥയല്ല. ഓക്കെ. Another interesting sideline to this performance is that if any member of the nearby village of Nabukkalevu is present, then the turtles will not rise to the surface of the bay. വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത്രയും നാള് ആ ഒരു നമുവാന വില്ലേജിലെ സ്ത്രീകള് കന്യകമാരൊക്കെയാണ് ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഈ ആമയെ കടലിൽ നിന്ന് കരയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. പക്ഷേ ഇതിന് തൊട്ടടുത്തായിട്ട്, ഈ നമുവാന വില്ലേജിന് തൊട്ടടുത്തിട്ടുള്ള ഒരു ഗ്രാമമാണ് നബുക്കലേവു എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. ആ ഒരു പ്ലേസിലെ സ്ത്രീകളോ കുട്ടികളോ ആരും ഒന്ന് ഈ ഒരു ആമയെ വിളിച്ചാലും ഈ ആമകൾ എന്ത് ചെയ്യില്ല? കേറി വരില്ല. അത് മാത്രമല്ല, ഈവൻ അവരുടെ ഒരു പ്രസൻസ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ കുട്ടികളോ ഏതെങ്കിലും ഒരു മനുഷ്യനോ ആ നബുക്കലേവു എന്ന് പറയുന്ന പ്ലേസിൽ നിന്ന് നമ്മുടെ ഈ ഒരു നമുവാന വില്ലേജിൽ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഈ ആമകൾ ഇങ്ങോട്ടേക്ക് വരില്ല. ഓക്കെ. ആൻഡ് ദ ടർട്ടിൽ കോളിംഗ് വിൽ ഹാവ് ഇറ്റ് ടു ബി അബൻഡന്റ്. അവര് അറിയുകയാണ് ഇങ്ങനെ നബുക്കലേവു എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് ഏതോ ഒരാൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്യും? അവരുടെ മന്ത്രങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ വീട്ടിലേക്ക് മടങ്ങും. അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ആ മന്ത്രം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യും? വീട്ടിലേക്ക് മടങ്ങും. കാര്യം അവർ പിന്നെ മന്ത്രിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നബുക്കലേവു എന്ന് പറയുന്ന വില്ലേജിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആമ എന്ത് ചെയ്യില്ല? കരയിലേക്ക് കയറി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? മന്ത്രം ഉപേക്ഷിച്ചിട്ട് പോകും.
As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kandavu. അപ്പോൾ ഈ ഒരു ആചാരം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നടന്നൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു സെറിമണിയാണ്, സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ആചാരമാണ്. ഈ ഒരു ആചാരം വർഷങ്ങളായിട്ട് അതായത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് തന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരമായിട്ട് മാറിയത്. അതായത് ഫാദർ ടു സൺ, ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് തന്നെ ഈ ഒരു ആചാരം മാറി. അത്രയ്ക്കും ലെജൻഡ് ആയിട്ടുള്ളൊരു ആചാരമായിരുന്നു ഈ ഒരു ഫിജി ഐലൻഡിലുള്ള ഈ ഒരു ആചാരം എന്ന് പറയുന്നത്. many years ago in the beautiful village of Namoana. ഇനി പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഒരു ആചാരം ആ ഒരു നാട്ടിൽ എങ്ങനെ ഉണ്ടായി. എല്ലാ ആചാരങ്ങൾക്കും പിന്നിലും ഒരു കഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇനി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഒരു ആമയെ വിളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് in the beautiful village of Namoana, Namoana എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ വില്ലേജിൽ on the island of Kandavu lived a very lovely princess called Tineko Boga, who അപ്പോൾ ആ രാജകുമാരിയുടെ പേരായിരുന്നു തിനേക്കോ ബോഗ, who was the wife of the chief of Namoana village. Namoana വില്ലേജിലെ ചീഫിന്റെ ഭാര്യയായിരുന്നു ഈ തിനേക്കോ ബോഗ. ഈ തിനേക്കോ ബോഗ had a charming daughter called റോഡാലിസ്. തിനേക്കോ ബോഗയ്ക്ക് ഒരു മകളുണ്ട്, മകളുടെ പേരാണ് റോഡാലിസ്. And the two women often went fishing on the reefs around their home. അവരുടെ ആ ഒരു വീടിനടുത്ത് ഒരു റീഫുണ്ട്. റീഫ് എന്ന് പറഞ്ഞാൽ മണൽ തിട്ടാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ആ റീഫിൽ ചെന്നിരുന്നിട്ട് ഇവരുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ഫിഷിംഗ് ആയിരുന്നു. അമ്മയും മകളും കൂടി എന്ത് ചെയ്യും, അവിടെ പോയിരുന്നിട്ട് മീനെ പിടിക്കും. വൺസ്, ഒരു ദിവസം, തിനേക്കോ ബോഗ ആൻഡ് റോഡാലിസ് വെന്റ് ഫർദർ എഫീൽഡ് ദാൻ യൂഷ്വൽ. അവര് എല്ലാ ദിവസവും ചെന്നിരിക്കാറുള്ളത് ആ മണൽത്തിട്ടയിൽ ഇരുന്നുകൊണ്ടാണ് മീൻ പിടിക്കാറുള്ളത്. എന്നാൽ ഒരിക്കലാണെങ്കിൽ അവര് അവിടെ നിന്നും കുറേ ദൂരം അവരറിയാതെ മീൻ പിടിച്ച ആ ഒരു രസത്തിൽ അങ്ങ് പോയി. They waded out to the submerged reefs which stretch out from the rocky headline to the east of the bay on which Namoana village is situated. Namoana വില്ലേജിൽ നിന്നും കുറച്ച് കിഴക്കു ഭാഗത്തേക്ക് ആ ഒരു റീഫും കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, കുറച്ച് അകലേക്ക് പോയി തുടങ്ങി, മീനെ പിടിച്ചു പോയി. They became so engrossed with their fishing that they did not notice the stealthy approach of a great war canoe filled with fishermen from the nearby village of Nabukalevu. അവരിങ്ങനെ ഈ മത്സ്യം പിടിക്കുന്നില്ല, മീൻ പിടിക്കുന്നതിൽ ഇങ്ങനെ മുഴുകിയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എവിടെ എത്തിയെന്നോ അവർക്കൊരു ബോധവുമില്ല. അമ്മയും മകളും എന്ത് ചെയ്യാണ്, വളരെ എൻജോയ് ചെയ്തുകൊണ്ട് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ആ മീൻ പിടിക്കുന്ന സമയത്താണെങ്കിൽ ആ കടൽ വഴി ഒരു വാർ കനോയി വരുന്നുണ്ട്. വാർ കനോയി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോയിട്ടുള്ള ആ ഒരു യുദ്ധക്കപ്പൽ വരുന്നുണ്ട്. അതിനകത്ത് നിറച്ചും ഫിഷർമാനാണ്, മുക്കുവന്മാരാണ്, മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ആ ഒരു കപ്പലിനകത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. അവരെവിടെ നിന്നുള്ളവരായിരുന്നു? ഈ നബുക്കലേവു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, ആ നബുക്കലേവു എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നുള്ളവരായിരുന്നു. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ, ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഓൺ കണ്ടാവു ഐലൻഡ്. കണ്ടാവു ഐലൻഡിന്റെ അവിടെ നിന്ന് നോക്കിയാൽ വളരെ വലിയൊരു പർവ്വതം കാണാം. അതിന്റെ ഷാഡോയിൽ, ആ ഒരു പർവ്വതത്തിന്റെ നിഴൽ വന്ന് വീഴുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ആ ഒരു പ്ലേസ് ആണ് ഈ നബുക്കലേവു എന്ന് പറയുന്ന ഒരു പ്ലേസ്. ഓക്കെ, ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ. ആ ഒരു മൗണ്ടെയിന്റെ പേരെന്താണ്? മൗണ്ട് വാഷിംഗ്ടൺ എന്നാണ് പേര്. അപ്പൊ ആ മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറയുന്ന പർവ്വതനിരയുടെ ഷാഡോ, ആ ഒരു നിഴൽ വന്ന് പതിക്കുന്ന ഭാഗത്താണ് ഈ നബുക്കലേവു എന്ന് പറയുന്ന ഗ്രാമം. അവിടെ നിന്നുള്ള ഫിഷർമാനാണ് ഈ ഒരു വാർ കനോയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. Today, Mount Washington is well known to mariners because there is a splendid lighthouse there. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ മൗണ്ട് വാഷിംഗ്ടണിനെ കുറിച്ച് അറിയാം. ഒരു വലിയ പർവ്വതമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കാര്യം എന്താണെന്ന് പറയുന്നത്, ഈ ഒരു മൗണ്ട് വാഷിംഗ്ടൺ ഈസ് വെൽ നോൺ ടു മറൈനേഴ്സ്. ഈ മറൈനേഴ്സിന്, കപ്പൽ യാത്രികർക്കൊക്കെ മൗണ്ട് വാഷിംഗ്ടൺ അറിയാം. ബിക്കോസ് ദർ ഇസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദെയർ. അവിടെ ഒരു മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. വാർണിംഗ് ദം ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് ദി റോക്കി കോസ്റ്റ് ലൈൻ. ഈ റോക്ക് നിറഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ പലതരം അപകടങ്ങളും ഉണ്ടാവും. ഇതിനെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതിന് മുകളിലായിട്ടാണ്? ഈ പർവ്വതമായ മൗണ്ട് വാഷിംഗ്ടണിന് മുകളിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറൈനേഴ്സിനൊക്കെ അവിടെ ഒരു മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞൊരു പർവ്വതം ഉണ്ടെന്നും അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ടെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. സഡൻലി, പെട്ടെന്ന്, ദ ഫിഷർമാൻ ലീപ്ഡ് from their canoe and seized the two women, bound their hands and feet with wine, and tossed them into the bottom of the canoe, and set off in great haste for home.
പെട്ടെന്ന് തന്നെ ഫിഷർമാൻ എല്ലാവരും കൂടി ചാടി ഇറങ്ങിയിട്ട് ഇവിടെ മീൻ പിടിച്ചോണ്ടിരുന്ന നമ്മുടെ ഈ ഒരു രാജ്ഞിക്കും അവരുടെ ആ ഒരു മകൾക്കും എന്തായില്ല, എന്താണ് ആരാണ് വന്നതെന്നൊന്നും അറിയത്തില്ല. ഇവര് രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്തു, ബന്ധിച്ചുകൊണ്ട്, ബൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബന്ധിക്കുക, അവരുടെ കൈയും കാലും ഒക്കെ കെട്ടിവെച്ചുകൊണ്ട് അവരെ ടോസ് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോയി, ഈ കപ്പലിലേക്ക് കയറ്റിയിട്ടു. Although the woman pleaded for their lives, അപ്പോഴാണ് അവർക്ക് ഒരു ബോധം വന്നത്, തങ്ങളെ ആരോ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണെന്നുള്ളൊരു ബോധം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു, അവിടെ പ്ലീഡഡ് ചെയ്തു. പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചു, അവരുടെ ജീവന് വേണ്ടിയിട്ട് അവർ യാചിച്ചു, ഞങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, യാചിച്ചു. The cruel warriors from Nabucalevu did not listen to their entreaties. ഈ ഫിഷർമാൻ എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നബുക്കലേവിലുള്ള വാരിയേഴ്സ് ആണ്, യോദ്ധാക്കളാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, വളരെ ക്രൂവൽ ആയിട്ടുള്ളൊരു പീപ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവര് എന്ത് ചെയ്തില്ല, ഇവരുടെ ആ ഒരു ജീവന് വേണ്ടിയിട്ട് കേഴുന്ന ഒന്നും ഇവർ കേട്ടില്ല. The gods of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. അത് ആരുടെ ദയയായിരുന്നു, ദൈവത്തിന്റെ ദയയായിരുന്നു. ആ കപ്പലിലുള്ള ഫിഷർമാനായിട്ടുള്ള വാരിയേഴ്സിന് ഇവരോട് ഒരു ദയമില്ലായിരുന്നു, ഇവരെങ്ങനെയും തട്ടിക്കൊണ്ടുപോകാനാ നോക്കിയത്. അപ്പോ ആ സമയത്ത് ദയ കാണിച്ചത് ആരാണ്, നമ്മുടെ ഈ ഒരു ഗോഡാണ്, ദൈവമാണ് അവിടെ ദയ കാണിച്ചത്. അങ്ങനെ ദൈവം എങ്ങനെയാണ് ദയ കാണിച്ചതെന്ന് വെച്ചാൽ വലിയൊരു കൊടുങ്കാറ്റടിപ്പിച്ച് ആ കപ്പലിനെ അവിടെ മറിച്ചിട്ടു. സാമ്പിഡ് എന്ന് പറഞ്ഞാൽ കവേർഡ് എന്നാണ്, അതായത് കപ്പലിനെ ആ ഒരു തിരമാലകൾ കൊണ്ടുവന്നങ്ങ് മൂടി, അതിലുള്ള ആളുകളെല്ലാം കടലിൽ വീണു. As the canoe foundered in the sea, the fishermen were astounded to notice that the two women lying in the water in the hold of the canoe. അവര് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്, ആ കപ്പലിൽ നിന്ന് തെറിച്ചു വീണ രണ്ട് സ്ത്രീകളെയാണ് കണ്ടത്. ആ സ്ത്രീകൾ എന്ത് ചെയ്യാണ്, വാട്ടറിന് മുകളിലേക്ക് വീഴുന്ന ആ ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. ഹോൾഡ് ഓൺ ദ കെനോ, അവര് വീഴാൻ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കെനോയിൽ, ആ ഒരു യുദ്ധക്കപ്പലിൽ പിടിച്ചിട്ടുണ്ട്. ഹാഡ് സഡൻലി ചേഞ്ച്ഡ് ഇൻടു ടർട്ടിൽസ്. പെട്ടെന്ന് അവർ നോക്കിയതും ഈ രണ്ട് സ്ത്രീകളും എന്തായിട്ട് മാറി, രണ്ട് ആമകളായിട്ട് മാറി. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്, അങ്ങനെ അവരെന്ത് ചെയ്തു, ആമകളാകുമ്പോൾ വെള്ളത്തിൽ എന്ത് ചെയ്യാം, നീന്താം. അതുകൊണ്ട് ഈ ആമകളായിട്ട് ഈ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു, അവിടുന്ന് പെട്ടെന്ന് തന്നെ അവരുടെ ജീവനും കൊണ്ട് പാഞ്ഞു. ഓക്കെ, ആൻഡ് ടു സേവ് ദെയർ ഓൺ ലൈഫ്, അവരവരുടെ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. The men seized them and threw them into the sea. അപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ ഒരു രണ്ട് രാജ്ഞികളാണല്ലോ, രണ്ട് അമ്മയും മകളുമാണല്ലോ ഇവിടെ ആമകളായിട്ട് മാറിയത്. അപ്പൊ അവരെ കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയുള്ള വാരിയേഴ്സ് എല്ലാം കൂടി കടലിലേക്ക് ചാടി. As they slipped over the side of the canoe, the weather changed and there were no more waves. അവരങ്ങോട്ടേക്ക് ചാടിയതും ആ ഒരു വെതർ തന്നെ, ആ ഒരു കാലാവസ്ഥ തന്നെ മാറി, അവിടെ തിരമാലകളൊന്നും തന്നെ ഇല്ലാതായി. അവർക്ക് പിന്നീട് ആ ഒരു ടർട്ടിൽസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. The Nabucalevu fishermen continued their journey back to their home village. അങ്ങനെ ഈ നബുക്കലേവ് ഫിഷർമാൻ എല്ലാവരും കൂടി അവരുടെ ആ ഒരു കപ്പൽ കിട്ടിയല്ലോ, അവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പൊ അവരെല്ലാരും കൂടി ആ കപ്പലിൽ കയറി എന്ത് ചെയ്തു, അവരുടെ വീട്ടിലേക്ക്, അവരുടെ ആ ഒരു വില്ലേജിലേക്ക് പോയി. And the two women from Namuana who had been changed to turtles lived on the water of the bay. പക്ഷേ നമ്മുടെ ഈ ഒരു ദൈവം ദയ കാണിച്ചതിന്റെ പേരിൽ സ്വന്തം ആ ഒരു രൂപം തന്നെ മാറി എന്ത് ചെയ്തു, ആമകളുടെ വേഷത്തിലായിപ്പോയി നമ്മുടെ ഈ പാവൻ രണ്ട് സ്ത്രീകൾ. അവരെന്തായി, എന്ത് ചെയ്യപ്പെട്ടു, അവര് ആ ഒരു കടലിൽ വീണു, അവര് അവിടെ തന്നെ ജീവിക്കാനായിട്ട് തുടങ്ങി. It is their descendants today who rise from their water when the maidens of their own village sing songs to them from the cliffs. അതുകൊണ്ടാണ് ഇന്നും ആ നമുവാന വില്ലേജിലെ ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ മെയ്ഡൻസ്, കന്യകമാരെന്ത് ചെയ്യുന്നത്, ആ ഒരു ക്ലിഫിന്റെ മുകളിൽ, പർവ്വതക്കെട്ടുകളുടെ, പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ട് ആമകളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൂർവികരായിട്ടുള്ള ആമകളെ വിളിക്കുന്നത്. ഓക്കെ, ദ ട്രാൻസ്ലേഷൻ, ഇതാണ് അവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത്. ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി സ്ട്രേഞ്ച് സോങ് വിച്ച് ഈസ് സ്റ്റാൻഡേർഡ് ഓൺ സച്ച് ഒക്കേഷൻസ് ഈസ് ആസ് ഫോളോസ്. അവരെന്താണ് ആ ഒരു മന്ത്രത്തിലൂടെ എന്താണ് പറയുന്നതെന്നാണ് കൊടുത്തിരിക്കുന്നത്, ആ വരികളാണ് കൊടുത്തിരിക്കുന്നത്. ദ വുമൺ ഓഫ് നമുവാന ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ആദ്യത്തെ വരി നോക്കിക്കേ. ദ വുമൺ ഓഫ് നമുവാന ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. നമുവാന വില്ലേജിലെ എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യുന്നതാണ്, ഇപ്പോഴും വിലപിക്കുകയാണ്, അവരെല്ലാം വിലാപത്തിന്റെ ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ആൻഡ് ഈച്ച് ക്യാരീസ് എ സേക്രഡ് ക്ലബ് ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സേക്രഡ്, ഒരു വളരെ വിശുദ്ധമായ ഒരു ക്ലബുണ്ട്, ഒരു വടിയുണ്ട്, അതാണ് അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ആൻഡ് ഡു റൈസ് ടു ദ സർഫസ് റോഡ് ലൈസ് സോ വി മേ ലുക്ക് അറ്റ് യു. എന്നിട്ട് അവർ അവിടെ നിന്ന് പാടുന്ന പാട്ട് ഏതാണ്, ഡു റൈസ് ടു ദ സർഫസ്, ഈ കടലിന്റെ മുകളിലേക്ക് പൊങ്ങി വരൂ റോഡാലിസ്. റോഡാലിസ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ആ ഒരു പ്രിൻസസിന്റെ മകളാണ്.
മകളെ വിളിച്ചുകൊണ്ടാണ് പാടുന്നത്. ഡു റൈസ് ടു ദ സർഫസ് തിനക്കോ ബോഗ, സോ വി മേ ആൾസോ ലുക്ക് അറ്റ് യു, നിങ്ങളെ ഞങ്ങൾക്ക് കാണണം, അതുകൊണ്ട് തിനക്കോ ബോഗയെടുത്തും റോഡാലിസിനോടും കരയിലേക്ക് കയറി വരാനാണ് ഇവർ ഈ ഒരു 4 വരിയിലൂടെ ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു സോങ് പാടുന്നത്. യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദി ലെജൻഡ്, ഈ ഒരു ഇതിഹാസത്തിന് പിന്നിലുള്ള സത്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് തോന്നും നമ്മളിത് വായിച്ചു കഴിയുമ്പോൾ. ബട്ട് യു കനോട്ട് ഡൗട്ട് ദ ഫാക്ട് ദാറ്റ് ദ ചാൻഡിങ് ഓഫ് ദി സ്ട്രേഞ്ച് song does in fact lure the giant turtles to the surface of the blue waters of the bay. പക്ഷെ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്താണ്, ഈ ഒരു 4 വരി മാത്രമുള്ള ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു സോങ് അവിടെ നിന്ന് പാടുന്ന സ്ത്രീകൾ വളരെ വിശ്വസിച്ചുകൊണ്ടാണ് പാടുന്നത്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ പാടുമ്പോൾ എന്താണ് അവിടെ കാണുന്ന കാഴ്ച? സർഫസിലേക്ക് ആമകളൊക്കെ പൊങ്ങി വരുന്നതായിട്ട് കാണും. ആ ആമകളുടെ കൂട്ടത്തിനിടയ്ക്ക് ആരും കാണും? ആ പ്രിൻസസും അവരുടെ മകളും കാണും എന്നായിരുന്നു ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു ബ്ലൂ വാട്ടറിന്റെ മുകളിലേക്ക് വളരെ ജയാന്റ് ആയിട്ടുള്ള വളരെ വലിയ ടർട്ടിൽസ് പൊങ്ങി വരും എന്ന് തന്നെയാണ് വിശ്വാസം. അത് തന്നെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. നിയർ നമോന വില്ലേജ് ഓൺ ദി ഐലൻഡ് ഓഫ് കണ്ടാവു, ഇത് എവിടെയാണ് നടക്കുന്നത്? നമോന വില്ലേജിനടുത്തുള്ള കണ്ടാവു എന്ന് പറയുന്ന ഐലൻഡിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ട്രാവലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവലോഗ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ ചോദിക്കും. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഈ ഒരു ട്രാവലോഗ് വായിച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം നമ്മൾ അവിടെ പോയി കണ്ട എല്ലാ കാഴ്ചയും വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു പ്ലേസിന്റെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്ലേസിൽ ആ ഒരു ആചാരം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രാവലോഗ് എഴുതേണ്ടത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, കണ്ടിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.